ഹലോ, വെൽക്കം ബാക്ക് ടു റിഫ്ന സജിദ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖല്ലേ? ഞാനിന്ന് റുവ ബേബീൻ്റെ ഒരു വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. റുവ ബേബിക്ക് ഇപ്പോൾ 1 ഇയറും ഏകദേശം 2 മന്ത്സും കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എല്ലാ സാധനങ്ങളും അവൾക്ക് ഒറ്റയ്ക്ക് കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാവർക്കും ഉണ്ടാക്കിയ പോലെ തന്നെ ഉപ്മാവായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ കഴിക്കണത്. അത് ഒറ്റയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഹൈ ചെയറിൽ ഇരുത്തിയിട്ട് റുവ ബേബീൻ്റെ പ്ലേറ്റിൽ തന്നെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ കുടിക്കാനായിട്ട് ഞാൻ നാൻപ്രോയുടെ മിൽക്കാണ് കൊടുക്കണത്. അത് അവൾക്ക് കുടിക്കാൻ തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അതിൽ കുറച്ച് തേനും കൂടി മിക്സ് ആക്കിയിട്ട് കൊടുത്തു നോക്കിയതാണ് കേട്ടോ. അപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് കുടിച്ച്. അപ്പോൾ കുടിക്കാറില്ലാത്ത കാരണം ഞാൻ യൂഷ്വലി ഈ നാൻപ്രോയുടെ മിൽക്ക് പൗഡർ ജ്യൂസൊക്കെ ഉണ്ടാക്കുമ്പം പാലിന് പകരം അത് ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കി കൊടുക്കലുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ കുറുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് ആഡ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ആയിട്ടാണ് കൊടുക്കൽ കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഇങ്ങനെ തേൻ ഒഴിച്ച കാരണം കുടിക്കണുണ്ട്. അപ്പോൾ ഇതേ റുവ ബേബി ഇങ്ങനെ കഴിക്കുമ്പോൾ കുറേ നിലത്ത് പോവും, കുറച്ചൊക്കെയാണ് വയറ്റിലേക്ക് പോവുള്ളൂ. അപ്പോൾ എന്തായാലും അങ്ങനെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ വാരി കൊടുക്കാമല്ലോ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരുത്തിയേക്കാണ് കേട്ടോ. അതിന് ശേഷം പിന്നെ ഒരു 11:30 ഒക്കെ ആവണ ടൈമിൽ പിന്നെ ഞാനൊരു ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഓറഞ്ച് ജ്യൂസ്. അപ്പോൾ ജ്യൂസൊക്കെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവളെ കുപ്പിയിൽ തന്നെ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുടിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ TV കണ്ടുകൊണ്ടിരിക്കണം. അതാണ് ക്യാമറയിലേക്ക് നോക്കാണ്ട് ഭയങ്കര കോൺസെൻട്രേഷനിൽ TV നോക്കിയിട്ട് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉച്ചയ്ക്ക് റുവ ബേബിക്ക് ഞാൻ എഗ് റൈസും അതേപോലെ കോളിഫ്ലവർ ഫ്രൈ ആണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ തലേദിവസം ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോളിഫ്ലവർ ഫ്രൈ ഒക്കെ ഉണ്ടാക്കിയപ്പം അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് കഴിക്കണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കിയതാണ്. പക്ഷേ അധികം കഴിച്ചൊന്നുമില്ല, വളരെ കുറച്ചേ കഴിച്ചുള്ളൂ. അങ്ങനെ ഞാൻ ചോറൊക്കെ കൊടുത്ത് എന്നോ എന്തെങ്കിലുമൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് കൊടുക്കല്. നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പം അത് കൂട്ടിയിട്ടാണ് മെയിൻലി കഴിക്കുക. ഇപ്പോൾ പൊട്ടാറ്റോ, ക്യാരറ്റ്, ബീട്രൂട്ട് അതൊക്കെ ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ അത് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ തൈരൊക്കെ കൂട്ടിയിട്ടാണ് ചോറ് കഴിക്കൽ. അല്ലെങ്കിൽ പിന്നെ ഞാൻ കഞ്ഞി ഉണ്ടാക്കിയിട്ട് കഞ്ഞി കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ അങ്ങനെ ലഞ്ചൊക്കെ കൊടുത്ത് പിന്നെ വൈകുന്നേരം ചായ ഒക്കെ കുടിക്കുന്ന ടൈം ആയപ്പോഴത്തേക്കും ഇക്കൊക്കെ എത്തി. അങ്ങനെ നമ്മൾ ഒന്നിച്ചിരുന്ന് ചായ കുടിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ചായയിലേക്ക് റുവ ബേബി റസ്ക് കൂട്ടിയിട്ടാണ് തിന്നാണ്. അപ്പോൾ റുവാക്ക് റസ്ക് ഇങ്ങനെ ചായയിൽ മുക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കഴിക്കേണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി ഞാൻ റാഗിയാണ് ഉണ്ടാക്കി കൊടുത്തത്, കുറുക്ക്. അപ്പോൾ അത് കഴിക്കാൻ വലിയ താല്പര്യമില്ല. എപ്പോഴും കുറുക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം കഴിക്കാൻ ഭയങ്കര പാടാണ്, ആദ്യം ഒന്ന് കഴിച്ച് കിട്ടാൻ. പിന്നെ അങ്ങനെ വലിയ പ്രശ്നമില്ലാണ്ട് കഴിച്ചോളും. എന്നാലും കുറുക്കിനോടുള്ള ഇഷ്ടമൊക്കെ കുറഞ്ഞേക്കാണ് ഇപ്പോൾ കേട്ടോ. നമ്മൾ കഴിക്കുന്ന പോലത്തെ ഫുഡ് കഴിക്കാനൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ.